ക്ഷീണിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ, ഇനി മക്കളൊക്കെ ഒന്നായിട്ട് അവരായിട്ട് വീടും ചെലവൊക്കെ ചെയ്യുമ്പോ ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ആ മക്കള് നഷ്ടപ്പെടുന്നൊരു വേദന നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, തവക്കുൽ അള്ളാന്റെ മേലെ ചെയ്യാൻ പാടുള്ളൂ, മക്കളെ മേലെ തവക്കുലാക്കരുത്. എൻ്റെ മോൻ എനിക്ക് റിസ്ക് തരും, എൻ്റെ മോൻ അധ്വാനിച്ച് എൻ്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടെ അള്ളാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എന്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാന്റെ മേൽ, അള്ളാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ, അങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും, ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ്.